ശുഭമെന്താനന്ദം എനിക്കെന്താനന്ദം യേശുവിൻ കൂടെയുള്ള വാസം ചിന്താതീതം അതു മനോഹരം എന്ന് സന്തോഷമാക്കും ജീവിതം ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം വിശ്വാസ കാറ്റുകളിടത്രേ ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം വിശ്വാസ കാറ്റുകളിടത്രേ കണ്ണീരുന്നേ സ്വർഗ ഭണ്ഡാരത്തിൽ എങ്ങും ഒന്നേരും മുട്ടില്ലാതെ വണ്ണം കണ്ണീരുന്നേ സ്വർഗ ഭണ്ഡാരത്തിൽ എങ്ങും ഒന്നേരും മുട്ടില്ലാതെ വണ്ണം ആശയ്ക്ക് നീരായി ആശയോടെ വിശ്വസിക്കുകയെല്ലാം സാധ്യമെന്താനന്ദം എനിക്കെന്താനന്ദം യേശുവിൻ കൂടെയുള്ള വാസം ചിന്താതീതം അതു മനോഹരം എന്ന് സന്തോഷമാകും ജീവിതം ആരും വെറുത്താലും ആരും ചെറുത്താലും കാര്യമില്ലെന്നുള്ളം ചൊല്ലുന്നേ ആമേൻ ആരും വെറുത്താലും ആരും ചെറുത്താലും കാര്യമില്ലെന്നുള്ളം ചൊല്ലുന്നു കൂടെ മടിപ്പാനും കൂടെ ജീവിപ്പാനും കൂട്ടായി പ്രതിജ്ഞാബന്ധം ചെയ്തോ കൂടെ മടിപ്പാനും കൂടെ ജീവിപ്പാനും കൂട്ടായി പ്രതിജ്ഞാബന്ധം ചെയ്തോ കൂട്ടത്തോടെ വിട്ടുപോയെന്നാലും കൂട്ടായ യേശു എനിക്കുള്ളതാനന്ദാനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം ചിന്താതീതം അതു മനോഹരം സന്തോഷമാം പുതുജീവിതം ആരും സഹായിക്കും ആരും സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല ആരും സഹായിക്കും ആരും സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല തീരെ ബലഹീനനായി കിടന്നാലും ചാരും ഞാൻ യേശുവിന്റെ മാർവിൽ തീരെ ബലഹീനനായി കിടന്നാലും ചാരും ഞാൻ യേശുവിന്റെ മാർവിൽ എത്തും സഹായമീതം തൊട്ട് സുഖപ്പെടുത്തും എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം ചിന്താതീതം. എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവത്തിനായി ഇന്ന് പകൽക്കാലവും സ്തോത്രം ചെയ്യാൻ വകയുണ്ടല്ലോ. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു വളരെ ചിന്താധീനമായ ഒരു ദൂതാണ് ഇന്ന് പകൽക്കാലം വായിച്ചത്. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. സ്തോത്രം. അപ്പോൾ ഈ ഭൂമി പാഴായിരുന്നു, മാത്രവുമല്ല ശൂന്യമായിരുന്നു, ഒന്നുമില്ലാത്ത അന്തരീക്ഷം. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ ഒരു പുൽക്കൊടി പോലും മുളയ്ക്കാത്ത ഒരു അന്തരീക്ഷമായിരുന്നു. സ്തോത്രം. എല്ലാം പാഴായി കിടന്നു. ഒരു ജീവജന്തു പോലും, ഒരു മീനു പോലും, ഒരു മീനോ അല്ലെങ്കിൽ ഒരു പുല്ലോ പുൽച്ചെടിയോ പൂക്കളോ ഒന്നുമില്ലാതെ ശൂന്യമായി കിടന്ന ഇത് ഭൂമിയാണോ വെള്ളമാണോ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് പോലും തിരിച്ചറിയാൻ കഴിയാതെ കിടന്ന ഒരു അന്തരീക്ഷം. സ്തോത്രം. നോക്കിക്കേ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശൂന്യമായി കിടന്ന, ഈ പാഴായി കിടന്ന
ഈ ഇരുൾ നിറഞ്ഞുകിടന്ന ആമേൻ ഈ ഭൂമിയുടെ മേൽ, ഈ വെള്ളത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഒരു പരിവർത്തനം ഇന്ന് പ്രഭാതത്തിൽ ചില കുടുംബങ്ങൾക്കകത്ത് ദൈവം അയക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ചില പരിവർത്തനങ്ങൾ ശമനപരഗതുനി എപ്പോഴും ശ്രദ്ധിക്കണം. ആമേൻ. ദൈവം ശൂന്യമായി കിടക്കുന്നതിനെയാണ് പണിത് പുറത്തെടുക്കുന്നത്. ശൂന്യമായി കിടക്കുന്നതിന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ആമേൻ. നമ്മൾ പറയാറില്ലേ, ചില വ്യക്തികളെ കാണുമ്പോൾ എങ്ങനെ ആയിരുന്ന ദൈവം ആമേൻ ഈ പയ്യന ഇപ്പോൾ നല്ല നിലയിലൊക്കെ ആയല്ലോ, ചിന്തിക്കാറില്ലേ? സ്തോത്രം. എന്തെന്നറിയാമോ? പാഴായി കിടന്നതിനെ നോക്കൂ. പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകത്തിനകത്ത് ആമേൻ ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. അപ്പോൾ സൃഷ്ടിച്ചത് ദൈവമല്ല, പരശുരാമൻ മഴയുറഞ്ഞോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ കൊണ്ടുവന്ന് എന്തെങ്കിലും ചെയ്തെന്നോ അല്ല ഈ ഭൂമി ഉളവായി വന്നത്. സ്തോത്രം. ആമേൻ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പാഴായി ദൈവം സൃഷ്ടിച്ച ഭൂമിയുടെ മേൽ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു. സ്തോത്രം. നോക്കൂ, ഈ ഭൂമി പാഴും ശൂന്യമായി, എന്തെങ്കിലും പാഴായി കിടക്കുന്നതിനെ, ശൂന്യമായി കിടക്കുന്നതിനെ ആമേൻ. നോക്കൂ, പരിശുദ്ധാത്മാവ് ഇയ്യോബിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 38-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം മുതൽ 7-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ ഇയ്യോബിനോട് ദൈവം സംസാരിക്കുന്ന ശബ്ദമാണ്. സ്തോത്രം. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിടുമ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്ക. അതിൻ്റെ അളവ് ആമേൻ നിർമ്മിച്ചവൻ. സ്തോത്രം. ആർ നിനക്ക് നീ അറിയുമോ? ഹല്ലേലൂയ. അല്ല, അതിന് അളവുനൂൽ പിടിച്ചവൻ. ഹല്ലേലൂയ. അളവുനൂൽ പിടിച്ചവർ ആര്? അപ്പോൾ ദൈവം ഇയ്യോബിനോട് സംസാരിക്കുന്ന ദൂത് 4-ാമത്തെ വാക്യം മുതൽ 7-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? അല്ല, അതിൻ്റെ മൂലക്കല്ലിട്ടവനാർ? സ്തോത്രം. കണ്ടോ? അപ്പൊ ദൈവത്തിൻ്റെ ആത്മാവ് ഭൂമിയുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഈ ഭൂമി പാഴും ശൂന്യമായി കിടന്ന ഭൂമിക്കകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചിലത് വെളിപ്പെട്ടു വന്നു. ഇന്ന് പകൽ സന്ദേശം കേൾക്കുന്ന ആരുടെയൊക്കെ ദൈവാത്മാവ് നീ ശൂന്യമായിരിക്കുന്ന, നീ പാഴായെന്ന് പറഞ്ഞ് നിന്നെക്കൊണ്ട് ഒരു ഗുണവുമില്ല, ആമേൻ, നിന്നെക്കൊണ്ട് വീട്ടുകാർക്കോ നാട്ടുകാർക്കോ വ്യക്തികൾക്കോ ഒരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞ് തള്ളുന്നവനെ കൊണ്ട് ദൈവം അത്ഭുതങ്ങളെ ചെയ്യിക്കും. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിനകത്തേക്ക് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ആമേൻ, ഓരോ അധ്യായം നമ്മൾ പഠിച്ചു വരുമ്പോൾ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 33-ാമത്തെ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവയുടെ വചനത്തിൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. ആമേൻ. അപ്പൊ എന്തെങ്കിലും ഒന്ന് ഉളവായിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ജീവശ്വാസത്തിൽ നിന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ആമേൻ അഹങ്കരിപ്പാനൊന്നുമില്ല കേട്ടോ. ഈ പുസ്തകത്തിൻ്റെ ഉത്ഭവമാണ് ഈ ഉൽപ്പത്തി. ആമേൻ. ഉൽപ്പത്തി എന്ന പേരിൻ്റെ അർത്ഥം ഉത്ഭവം, എല്ലാത്തിൻ്റെയും ഉറവിടം, ഉത്ഭവിച്ചത്, മനുഷ്യന്റെ ഉത്ഭവം, പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം, സൂര്യചന്ദ്രാദികളുടെ ഉത്ഭവം, ആമേൻ, മഞ്ഞും മഴയുടെ ഉത്ഭവം, എല്ലാത്തിൻ്റെയും ഉത്ഭവം, ഒരു പുൽക്കൊടിയുടെയും ഉത്ഭവമാണ്. ഏതൊരു ഫലവൃത്തമായ വൃക്ഷമുണ്ടെങ്കിലും അതിൻ്റെ ഉത്ഭവം ഉൽപ്പത്തി പുസ്തകമാണ്. മനുഷ്യന്റെ ഉത്ഭവം, മനുഷ്യനെ ഏദൻ തോട്ടത്തിലേക്കാക്കി ദൈവം, അവരുടെ ഉത്ഭവം. ആമേൻ. സ്ത്രീയിൽ നിന്നല്ല പുരുഷനുണ്ടായത്, പുരുഷനിൽ നിന്നാണ് സ്ത്രീ ഉണ്ടായത്. തെറ്റിദ്ധരിക്കപ്പെടരുതേ. സ്ത്രീയിൽ നിന്ന് അല്ല, പുരുഷനിൽ നിന്നാണ് സ്ത്രീ ഉളവായെന്ന് ഉള്ള കാര്യം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന് ഇന്ന് പകൽക്കാലം ചില പാഴായി കിടക്കുന്നതിനെ, ശൂന്യമായിരിക്കുന്നതിനെ ആമേൻ പണിയുവാൻ കഴിയും. അത് നമ്മുടെ കർത്താവിൻ്റെ ഒരു വലിയ മഹത്വമാണ് കേട്ടോ.
എന്നാൽ 136 സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ 136 സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. അപ്പൊ ജ്ഞാനത്തോടെ, സ്തോത്രം, ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവന്. എന്നാൽ കുറച്ചുകൂടെ മുകളിലോട്ട് വായിക്കും, ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താതി കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഭൂമിയെ വെള്ളത്തിന്റെ മേൽ ആമേൻ വിരിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി ആമേൻ സ്തോത്രം പകൽ വാഴുവാൻ സൂര്യനെയും അവന്റെ ദയ എന്നേക്കുമുള്ളത്. രാത്രി വാഴുവാൻ ചന്ദ്രനെയും ആ നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എല്ലാം സൃഷ്ടിച്ച ദൈവം, ആ കർത്താവിന് എല്ലാ മഹത്വവും. എത്രത്തോളം ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ പറ്റുമോ അത്രത്തോളം മഹത്വം കൊടുത്തോ. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന 2 കരങ്ങളുണ്ട്. സ്തോത്രം. നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലേക്ക് നമ്മുടെ കൺകളെ ഒന്ന് ഉയർത്താം. ആ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിയോഗം നമ്മുടെ മേൽ വെളിപ്പെടട്ടെ. ആമേൻ. സ്തോത്രം. യെശയ്യാപ്രവാചന പുസ്തകം പഠിക്കുമ്പോൾ, യെശയ്യാപ്രവാചന പുസ്തകം സ്തോത്രം 42-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകാശത്തെ സൃഷ്ടിച്ച് ആമേൻ വിരിക്കുകയും ഭൂമിയെയും അതിലെ ആമേൻ ഉന്നതങ്ങളെയും ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് സകലത്തിന്റെ മേലും വ്യാപരിപ്പാനിടയായി. പ്രൈസ് ദി ലോർഡ്. യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു. ദൈവകുഞ്ഞെ, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത ദൈവമാണ്. ഇന്ന് പകലിലും ആ കർത്താവിലേക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ ശക്തൻ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാമോ? ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൻ്റെ പ്രവൃത്തി ചില ശൂന്യമായതിനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവപ്രവൃത്തി ആയിരിക്കട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. അത്ഭുതം ചെയ്യും യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കും.